ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടുന്ന ബീട്രൂട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ പാത്രത്തിലേക്ക് ഇടുന്നു. അപ്പോഴതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഉപ്പും കൂടെ ഇടാം. വേവിച്ച് വെന്തതിന് ശേഷം നമുക്കത് തണുക്കുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാം. ഹലോ കൂട്ടുകാരെ, നമുക്ക് ഈ ബീട്രൂട്ട് നന്നായിട്ട് അരച്ചുകൊണ്ടുവരാം. അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന പച്ചടിയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് നമുക്ക് രണ്ടാമത് വീണ്ടും ഒന്നും കൂടി അരയ്ക്കാം. ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്ക് ബീട്രൂട്ട് പച്ചടി വയ്ക്കാം. അപ്പോൾ ബീട്രൂട്ട് ഞാൻ വേവിച്ച് എടുത്ത് മാറ്റി അത് മിക്സിയിൽ അരച്ച് അതിൻ്റെ പച്ചടിക്കുള്ള അരപ്പും അരച്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ, ഒരു ചെറിയ പച്ചമുളക്, ജീരകം, കടുക്. അപ്പോൾ നമുക്കതിലേക്ക് ബീട്രൂട്ട് പച്ചടിയുടെ അരപ്പും ബീട്രൂട്ടും എല്ലാം കൂടെ ചേർത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചടി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വറ്റി സെറ്റായി വരണം. അതിനുശേഷം മാത്രമാണ്, തണുത്തതിന് ശേഷം മാത്രമാണ് തൈര് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോഴിതിൻ്റെ ബീട്രൂട്ടിൻ്റെ വെള്ളം എല്ലാം വറ്റി നല്ല കട്ടിക്കായിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുപ്പിച്ച് കൊണ്ടുവരാം. നല്ല തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ബീട്രൂട്ട് പച്ചടി നന്നായിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറി അത് വെള്ളാംശം ഒന്നുമില്ലാതെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കാം. ഇനി ഞാനിതിലേക്ക് തൈര് ഒഴിക്കുകയാണ്. അപ്പോൾ തൈര് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നല്ല കട്ട പച്ചടിയാണ്. ഇലയിലൊക്കെ വെച്ചാൽ അതുപോലെ അവിടെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്കതിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇളക്കല്. ഹായ് ഹലോ കൂട്ടുകാരെ, എൻ്റെ ബീട്രൂട്ട് പച്ചടി നന്നായിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വയ്ക്കുക. അടിപൊളി പച്ചടിയാണ്.